ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി വയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വീട് എങ്ങനെ പോസിറ്റീവായി വയ്ക്കാം, അതുപോലെ തന്നെ അടുക്കളയിൽ എങ്ങനെ പോസിറ്റിവിറ്റി കൂടുതലായി ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ പോസിറ്റീവായി വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു 3-4 കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമേ അഡ്വാൻസായി പറയുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ഓരോ ഫ്രണ്ട്സും ശ്രദ്ധിക്കണേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മനസ്സ് പോസിറ്റീവായിരിക്കാൻ വേണ്ടി, അതായത് എപ്പോഴും ഹാപ്പി ആയിരിക്കുക, അതാണല്ലോ പോസിറ്റിവിറ്റി. സന്തോഷവും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് എപ്പോഴും അതിനെ തന്നെ വീണ്ടും 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 നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് മാത്രമല്ല, നമ്മൾ പല കാര്യത്തിലും പശ്ചാത്തപിച്ച് മനസ്സ് വേദനിപ്പിച്ച് ഓരോ ദിവസങ്ങളും തള്ളി നീക്കേണ്ടി വരും. ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ മുംബൈയിലേക്കൊക്കെ പോയി താമസിക്കുന്ന ആ സമയത്ത് എന്നോടൊപ്പം പഠിച്ച ഒട്ടുമുക്കാൽ പേർക്കും ഇന്ന് ഗവൺമെൻറ് ജോലിയുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ PSC എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ മുംബൈയിലായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് എൻ്റെ അമ്മ എന്നെ അറിയിച്ചാൽ പോലും ഞാൻ പല എക്സാംസിനും ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ വീട്, എൻ്റെ മക്കൾ, അവിടുത്തെ എൻ്റെ ജോലി. ഓക്കെ, അന്ന് ഇത്രയും വലിയ ചിന്തകളില്ല ഗവൺമെൻറ് ജോബ് കിട്ടാത്തതിനെക്കുറിച്ച്. പക്ഷേ എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് അക്കാര്യത്തിലുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സും ഗവൺമെൻറ് സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിഗ്രറ്റ് അക്കാര്യത്തിലുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച്, അയ്യോ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഗവൺമെൻറ് ജോബ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്താൽ റിഗ്രറ്റിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല. ഇപ്പം നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അറ്റ് പ്രസൻറ്റ്, നമ്മൾ ഈ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുമോ അത് നമ്മൾ ഒരു 100% ചെയ്യുക. അത് ഒരു പോസിബിലിറ്റിയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഫ്രീ ആവാനും അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കാനുമുള്ള, പോസിറ്റീവായിരിക്കാനുമുള്ള ഒരു കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ മനസ്സിനെ വയ്ക്കാം. ഇങ്ങനെ ഫൊർഗെറ്റ് ദി പാസ്റ്റ് ലിവ് ഇൻ ദി പ്രസൻറ്റ് എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. പഴയ കാലങ്ങൾ മറക്കുക, അതുപോലെ നമ്മുടെ പ്രസൻറ്റിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്ക, വറി അബൌട്ട് ഫ്യൂച്ചർ, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, അത് മറ്റൊരു പോയിൻ്റാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്റ് മറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാവി കാലത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ, അത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. കാരണം നാളെ നമുക്കറിയില്ല, നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമുക്ക് ശുഭപ്രതീക്ഷയോടെ ഒരു നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. അത് മറ്റൊരു ഡിഫറെൻ്റ് ആംഗിളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫൊർഗെറ്റ് ദി പാസ്റ്റ്, ഡോണ്ട് വറി അബൌട്ട് ദി ഫ്യൂച്ചർ. ഇത് 2 കാര്യങ്ങളും കോറിലേറ്റഡ് ആണ്, ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളത്. അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഗാർഡനിങ് ചെയ്യാം. നമ്മൾ ഒരു ചെടിയെ നട്ടു വളർത്തുന്നുള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ അതിന് വെള്ളവും അതുപോലെ തന്നെ വളവും ഒക്കെ നൽകി അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുമ്പോൾ അതും ഒരു ജീവനുള്ള സാധനമാണല്ലോ. അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ഫീലിംഗ് മാത്രമാണ്. നമ്മൾ അതിൽ പൂക്കൾ വരുമ്പോഴും അതിൽ ഓരോരോ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മളെന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ്
ഭയങ്കരധികം കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഗാർഡനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം പോസിറ്റീവ് എനർജി അതുവഴി നമുക്ക് കിട്ടാനുള്ള കൂടുതൽ സാധ്യതകളാണുള്ളത്. കാരണം ഞാൻ അങ്ങനെ അത് എന്തും ആവാം, കൃഷി, അതായത് മണ്ണുമായി അടുത്തിടപഴകുമ്പോൾ മണ്ണുമായി ഇടപെട്ടുള്ള ജോലികൾ, ഇതുപോലെയുള്ള കൃഷി, അഗ്രികൾച്ചർ, അത് നമുക്ക് പ്ലാന്റിങ്, ഒരു ചെറിയ ചെറിയ ചെടികൾ നട്ടു വളർത്തുന്നതാകാം, അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടം നമ്മൾ നട്ടു വളർത്തുന്നതാകാം. എന്ത് തന്നെ ആയാലും അത് നമുക്ക് ഹാപ്പിനെസ് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്തോഷവുമില്ല. ഫസ്റ്റ്, സെക്കൻഡ് ഡേ, തേർഡ് ഡേ അല്ല ഞാൻ പറയുന്നത്. ഡേയ്സ് മുന്നോട്ട് വരുംതോറും നമ്മളതിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആവുകയും അതുപോലെ നമ്മുടെ മനസ്സ് എന്തെന്നില്ലാതെ സന്തോഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ധാരാളം മാറും. നമ്മുടെ മനസ്സ് പഴയ സ്റ്റേജിലായിരുന്നു, എന്ത് സ്റ്റേജിലായിരുന്നോ അതിൽ നിന്നുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളത്, അതിൽ പെറ്റ്സിനെ വളർത്താം, പക്ഷി മൃഗാദികൾക്ക്, നാക്കെടുക്ക പ്രാണികളെന്ന് നമ്മൾ പറയുന്ന ഈ പക്ഷി മൃഗാദികൾക്ക് നമുക്ക് ജലവും ആഹാരവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതെല്ലാം ആ ഒരു വിഭാഗത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഹാവിങ് എ ക്ലോസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ, അത് ഒരു റെമഡിയാണ്. നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷത്തിലിരിക്കാനും പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുമായിട്ട്. പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഇനി ഞാൻ ചെയ്താൽ തന്നെ അത് ശരിയാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ ആരോട് ചോദിച്ചാലും മിക്കവാറും പേര് പറയുന്നത് അങ്ങനെയാണ്, എനിക്കത് ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ തന്നെ അത് ശരിയാവില്ല, ഇനി ഞാൻ ചെയ്താൽ അത് ആരെങ്കിലും അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്, ആയിക്കാണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പിന്മാറുന്ന ഒരു നേച്ചർ, അതൊരു ഹ്യൂമൻ നേച്ചറിലുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ ധാരാളം നെഗറ്റിവിറ്റി കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള ഒരു വാക്കുകൂടിയാണ് എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എനിക്ക് പറ്റില്ല എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ മുൻപ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുംബൈയിൽ അവർ എനിക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ കൂടെ EVS എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എനിക്ക് തന്നിരുന്നു, എൻവയോൺമെൻറ്റൽ സയൻസ്. അത് എനിക്ക് 6th 7th സ്റ്റാൻഡേർഡിലാണ് തന്നത്. അപ്പം ഞാൻ എന്ത് പറഞ്ഞു ആ ടീച്ചറിനോട്, അയ്യോ ടീച്ചർ, എനിക്ക് EVSനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇംഗ്ലീഷാണല്ലോ മെയിൻ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ പറ്റുള്ളൂ, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ആ മിസ്സ് അന്ന് പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറയേണ്ടത്, ടീച്ചർ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പിന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ EVS എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സയൻസാണ്. അപ്പോൾ ഞാൻ +2 +1 +2 പ്രീ ഡിഗ്രി ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നത് കൊണ്ട് തന്നെ സയൻസുമായിട്ട് എനിക്കൊരു നല്ല ബന്ധമുണ്ട്. അത് കഴിഞ്ഞാണ് സയൻസുമായിട്ടുള്ള ബന്ധം എൻ്റെത് പോയത്. ശരിക്കും പറഞ്ഞാൽ ആപ്റ്റായിട്ട് ഞാനല്ല അത് പഠിപ്പിക്കേണ്ട അധ്യാപിക, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറാണ്. അതിൻ്റെ കൂടെ സബ്സിഡിയറി ആയിട്ട് വരുന്നത് ഹിസ്റ്ററി സബ്ജക്ട്സ് ആണ്. ഓക്കെ, പക്ഷേ ഈ EVS എന്ന് പറഞ്ഞത് മറ്റൊരു ടീച്ചറിൻ്റെ അഭാവത്തിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് ലീവിന് പോകുമ്പോൾ ആ പ്ലേസിലേക്ക് നമ്മൾ പോകുമല്ലോ, പ്രോക്സി ടീച്ചേഴ്സായിട്ട്, അതായത് അങ്ങനെയുള്ള പീരീഡ്സിൽ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറിൻ്റെ ലീവ് ആബ്സെൻസിൽ ജസ്റ്റ് ആ ഒരു പീരീഡ് കവറപ്പ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ പോലും ഞാനതിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് മുന്നേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പിയായി വയ്ക്കാനുള്ള ധാരാളം ഊർജം, ധാരാളം പോസിറ്റീവ് എനർജി നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഇതിലാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. EVS പഠിപ്പിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചറായിരുന്നില്ല ഞാൻ അന്ന്. എന്നെ അന്നൊരു ടീച്ചറിൻ്റെ ലീവ് വേക്കൻസിയിൽ കുറച്ച് ദിവസം ആ ടീച്ചർ കൊടുത്ത നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് കുട്ടികളെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കുന്ന ജോലിയാണ് ആ ടീച്ചർ പറഞ്ഞത്, അല്ലാതെ പഠിപ്പിക്കുക എന്നുള്ള ജോലിയല്ല കേട്ടോ.
അങ്ങനെ ഒരു സ്കൂളും തരില്ല, അതായത് സബ്ജക്റ്റ് വൈസേ തരുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ലീവിൻ്റെ ആബ്സെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി ടീച്ചർ കൊടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് റിവിഷൻ എടുക്കുന്ന അതുപോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ടീച്ചറിനോട് പറഞ്ഞത്. കാരണം എനിക്കതുമായിട്ടൊരു നോളജും ഇല്ലയെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി EVS നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും, ഒരു പരിധി വരെ കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് എന്തായാലും പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും പിന്നെ ശരിയാണ് അല്ലെങ്കിൽ റിലേറ്റബിളാണ് എന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ, ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും ഒന്ന് ഓർക്കണേ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ അടുത്ത വീഡിയോയിലൂടെ. എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കും. സമ്പൽ സമൃദ്ധമായ ഓണം ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.